Your attention please. Train number 56382 Kayangulam, Ernakulam passenger via Nellati is at Kayangulam junction. Platform number 3. രവി ഈ ടി വി കാണാൻ പറ്റത്തില്ലേ? ഇവിടെ ഇരിക്കുന്ന ടി വി കാണാൻ പറ്റത്തില്ല. എനിക്ക് കാണാനല്ല, നിന്നെ കണ്ടുകൂടെ? നിന്റെ കണ്ണി ഗുരുവാ. നേരെ നോക്കണേ, അതോ ഇരിക്കുന്ന ടി വി. ടി വി ഓടൂലേന്ന്. എങ്ങനെ ഓടും? ആന അടിച്ച് വെച്ചിരിക്കുകയില്ല. എന്തേ ആളെ കളിയാക്കണം? ഇത് പ്രവർത്തിക്കൂലെന്നാണ് ചോദിച്ചത്. എടാ അത് കംപ്ലൈന്റ്. അങ്ങനെ പറ. അങ്ങനെ ചോദിച്ചാലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ശരി, അത് ശവന്മാര് ശരിയാക്കിയത്തില്ലേ? ശരിയാക്കണമെങ്കിൽ മറ്റേ പോക്കറ്റ് അടിക്കണ ബിനുവും അവന്റെ കൂട്ടുകാരന്മാരും വരണം. അല്ല, അവന് ഇവിടെ വന്നിട്ട് കാര്യം? എടാ അവന്മാരല്ലേ ഇവിടെ ഉള്ള കംപ്ലീറ്റ് ടി വി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവരൊക്കെ സ്പോൺസർ ചെയ്തിട്ട് എന്തൊരു ഉപയോഗം? എടാ ഈ വരുന്ന ആൾക്കാര് അന്തം വിട്ട് വാവളം നിങ്ങൾ ടി വി നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ പോക്കറ്റ് അടിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് അവന്മാരെ ടി വി മൊത്തം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ശരി, നീ പോയി ചായ അടി. ഇതൊക്കെ അവിടെയൊക്കെ കിടന്ന പഴയ കുപ്പികളല്ലേ നീ പറക്കി വെച്ചേക്കണം? കുപ്പികളാ? എടാ ഇവിടെ കിടക്കണ ഇത് പാട്ട കുപ്പികള്. അത് പറന്നു, അതുകൊണ്ട് വെള്ളം നിറച്ച് വെച്ചിരിക്കണത്. ആരെങ്കിലും വന്ന് ചോദിച്ചാലാ 10 രൂപയ്ക്ക് കൊടുക്കും. ലാഭമല്ലേ? ഇവിടെ അപ്പുറത്തെ കടയിലൊക്കെ 12 രൂപയാണ്, ഇവിടെ 10 രൂപയേ ഉള്ളൂ. കട ഇത് ഞാൻ കംപ്ലൈന്റ് കൊടുത്ത് ഇവിടെ മാറ്റിയും. നീ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഉരുട്ടി അങ്ങോട്ട് മാറ്റി വെച്ചോളാം. ഇതിനടിയില് 4 ടയർ വീല് വെച്ചിട്ടുണ്ട്. ഞാൻ 8-9 വർഷമായി ഈ കട ഇതിനകത്ത് നടത്താൻ തുടങ്ങിയിട്ട്. കേട്ടാ, നീ എന്റെ കട കൊച്ചാക്കല്ലേ. എനിക്കിത് ഈ കടയാണെങ്കിൽ എനിക്കത് എന്റെ കൊച്ചു ലുലു മാളാണ്. കൊച്ചു ലുലു മാള്. കൊച്ചു യൂസഫ് അലി, ഒരു പപ്സ് കൂടെ ഇങ്ങെടുക്ക്. ഹലോ, വണ്ടി ഇവിടെ വേണാട് പോയി. ഇനിയിപ്പോ പരശുരാമ ഇപ്പൊ വരും. എന്ത് വണ്ടിയല്ല, വണ്ടി ഒരു ചായ തരാൻ. ചായ അങ്ങനെ ചോദിക്കണ്ടേ? പപ്സ് ഉണ്ടോ? പപ്സ് ഇല്ല. ഇല്ലേ? ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. ബോണ്ടയില്ല, ഒരു പഴംപൊരി തരാം. പഴംപൊരി എനിക്ക് ഒന്നും വേണ്ടെന്ന്. വേണ്ടേ? ചേട്ടാ, ഇവിടെ സമരം വല്ല നടക്കുന്ന? സമരോ? ഇവിടെയാ? ഇല്ല. ഓർത്തൻ ചുവന്ന കൊടിയൊക്കെ പിടിച്ചിട്ട് നിൽക്കണ. അയ്യോ, അത് മറ്റേ ട്രെയിൻ നിർത്താൻ വേണ്ടി ചുവന്ന കൊടി പിടിച്ചോണ്ടിരിക്കുന്നത്. സമരം അല്ല, ട്രെയിൻ നിർത്താൻ വേണ്ടിയാ. ട്രെയിൻ ബ്രേക്ക് ഇല്ലേ? ഇവനൊക്കെ എവിടെന്ന് പറഞ്ഞടാ? ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഇന്ത്യൻ റെയിൽവേയിലെ ഭയങ്കര നഷ്ടത്തിലാ. അതെന്താ? ട്രെയിനിന്റെ ടിക്കറ്റിന്റെ വിലയൊക്കെ തീരെ അങ്ങോട്ട് കുറച്ചെന്ന്. അതുകൊണ്ട് കുറയ്ക്കും എല്ലാരും പറയണത്. ഒരു ടിക്കറ്റ് ഇപ്പൊ 5 രൂപയുള്ളു. 5 രൂപ? 5 രൂപയുള്ളപ്പാ. ടിക്കറ്റ് എടുത്ത് നോക്കട്ടെ. 5 രൂപയുള്ളപ്പോ ഒരു ടിക്കറ്റ് കണ്ടാ. എടാ, ഇത് പ്ലാറ്റ്ഫോം ടിക്കറ്റ്. ആ ട്രെയിൻ എപ്പോ വരപ്പാ? ഈ പ്ലാറ്റ്ഫോം ട്രെയിൻ എപ്പോഴാ വരുന്നത്? ഇത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആണ്. നീ അല്ലതോട്ട് ഇത്രയും എടുത്ത് വെച്ചേക്കണേ എന്തിന്? അല്ല, 5 രൂപയല്ലേ ഉള്ളു. അപ്പൊ ഒരു ഡസറങ്ങ എടുത്ത്. അറിയാൻ പറ്റുന്ന ചോദിക്കുക. ഇയാൾ ഇതുവരെ ട്രെയിനിൽ കയറിട്ടില്ലേ? ഇല്ല, രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പൊ കയറണം. ആദ്യം ഞാൻ കയറുന്ന ട്രെയിനില്. ആദ്യം കയറിട്ടുണ്ട്. ഗുരുവായൂർ പോകാൻ വേണ്ടി. കണ്ട, ഗുരുവായൂർ പോകാൻ വേണ്ടി ട്രെയിനിൽ കയറി. ട്രെയിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞൂടെ? അത് എന്റെ അച്ഛൻ്റെ അമ്മയോടെ ഞാൻ പോയത്. ഒരു വയസ്സിൽ എനിക്ക് ചോറ് തരാൻ വേണ്ടി ഗുരുവായൂർ കൊണ്ടുപോയതാ. പിന്നെ വന്നത് ഇപ്പഴാ. പൈസ തന്നിട്ട് പോവാൻ നോക്കൂ. ആലോചിച്ചിട്ട് പോലെ തീരുമാനം എടുക്കണോ? ഒന്നുകൂടെ ആലോചിക്കാനില്ല. നീ എന്റെ കൂടെ ഞെട്ടു വാ. 2 ചായ. വേണ്ടായിരുന്നു. ചായ അതല്ല, ഈ തീരുമാനം വേണ്ടായിരുന്നു. അണ്ണ, നിങ്ങൾക്കൊരു ഭാര്യ 2 കൊച്ചുങ്ങളുള്ളതല്ലേ? അവരെ കളഞ്ഞിട്ട് ഇന്നലെ കണ്ട ഒരു പെണ്ണിന്റെ കൂടെ ഡൽഹിയിലോ ബോംബെയിലോ എവിടെ ഒളിച്ചോടി പോയി താമസിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരുന്നു. ആ തീരുമാനം വേണ്ടായിരുന്നു. എടാ, എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ പറയരുത്. എന്തറിയായിരുന്നു? എല്ലാ കാര്യത്തിലും നീ എന്റെ കൂടെ നിന്നല്ലേ? അതൊക്കെ ഉണ്ട്. പിന്നെ നീ ഈ സമയമാകുമ്പോ നീ എന്താ കാര്യം മാറുന്നത്? പക്ഷെ എന്നാൽ ഇത് ഞാനൊരു മനുഷ്യല്ലാണ്. ഞാൻ വർഷങ്ങളായിട്ട് നിങ്ങളെ കൂടെ ഉള്ള ആളല്ലേ. സുലോന ചേച്ചി പറയുന്ന സ്വന്തം സൗകര്യം പോലെയാണ്. എന്നിട്ടാണോ ഇങ്ങനെ? എന്താടാ ഇവിടെ? ഞാൻ അണ്ണന്റെ കൂടെ വന്നത് ഒളിച്ചോടി പോയി. ഒളിച്ചോടി പോയി. ഇങ്ങനെ ഇവിടെ? എടാ, നിനക്ക് നാണം ഉണ്ടാ? അണ്ണ ഒളിച്ചോടി പോകുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ കൂട്ടുവന്നത്. ഒളിച്ചോടി പോകാൻ വേണ്ടി? ഭാര്യയും കൊച്ചുങ്ങളെ കളഞ്ഞിട്ട് ഞാൻ പറയുമായിരുന്നു വേണ്ടായിരുന്നു. ഭാര്യയും കൊച്ചുങ്ങളും ഇങ്ങനെ ഒളിച്ചോടി പോകാൻ വേണ്ടി വന്നത് നാണമല്ലേ പോയി? സുഹൃത്തെ, അങ്ങനൊന്നും അല്ല സംഭവം. അതായത് നമ്മൾ ഈ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടി? നമ്മുടെ കുടുംബത്തിന് വേണ്ടി. 14 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടാനാണ് ഞാൻ. അവിടെ കിടന്ന് കിട്ടിയ കാശ് മൊത്തം ഞാൻ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ചെലവഴിച്ചത്. പിന്നെ ഭാര്യയ്ക്കും മക്കൾക്കും നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റൂ? ഇവിടെ അങ്ങനെ ചെലവഴിക്കുമ്പോ എനിക്ക് വീട്ടിലൊരു വില വേണ്ട സുഹൃത്തെ. ഒരു വിലയും എനിക്ക് വീട്ടിൽ ഒരു വില തരുന്നില്ലേ? ഇപ്പം മെനഞ്ഞാന്ന് തന്നെ സുഹൃത്തെ, നിങ്ങൾ കേൾക്കണം, മെനഞ്ഞാന്ന് 300 രൂപ കൊടുത്ത് ഒരു ചൂര വാങ്ങിച്ചു. 300 രൂപ വിലയല്ലേ? നീന്റെ വിലയല്ല പറഞ്ഞത്, എന്റെ വിലയെ കുറിച്ചാണ്. 300 രൂപ ഒരു ചൂര വാങ്ങിച്ചിട്ട് തലഭാഗം മാത്രം എനിക്ക് തന്ന് നടുക്കണ്ടവും പാലും എല്ലാം അവളും മക്കളും തിന്നു. ഇതാണ് വലിയ കുറ്റമായി പോയത് നിങ്ങൾക്ക്.
എടാ ഇത് നിസ്സാര കുറ്റം. നീ പറയുന്ന നിനക്ക് ഇത് നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്ക് ഇത് നിസ്സാരമല്ല. എന്ത് സാരമല്ല ഇതിനേക്കാൾ എത്രയോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമോ? എന്ത് പ്രശ്നം? എനിക്ക് 2 മക്കളാണുള്ളത്. ഇവന്മാര് കാരണമാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്നത്. മൂത്തവൻ ഒരു ദിവസം താണ്ട മടലെടുത്തിട്ട് ഉച്ചാൻ തളിക്ക് അടിച്ച്. അത് ഞാൻ പബ്ജി കളിച്ചോണ്ട് ശല്യപ്പെടുത്തിയാ പഠിക്കും. ഇളയവനുണ്ടല്ലോ, ഇളയവൻ ഒരു ദിവസം പട്ടിക്ക് കൊടുക്കുന്ന പാത്രം എടുത്ത് കഴി വെച്ചിട്ട് പറയാം, അമ്മ ഇത് അച്ഛനെ കൊടുക്കാം, അച്ഛന് ഇതിനകത്ത് ചോറ് കൊടുക്കാം. അവന്റെയൊക്കെ ചിന്താഗതി എന്ന് ആലോചിച്ചു. സുഹൃത്തെ, നമുക്ക് വേണ്ടത് എന്താണ്? മനസ്സമാനം അല്ലേ? പിന്നെ ഇവിടെ ഞാൻ പറയുന്നൊന്നും എന്റെ പിള്ളേരും കേൾക്കത്തില്ല, ഭാര്യയും കേൾക്കത്തില്ല. എനിക്ക് പിന്നെ എന്തിനാണ് ഒരു വില? അതുകൊണ്ട് ഞാൻ സ്നേഹമുള്ളിടത്തേക്ക് ഞാൻ പോകും. അണ്ണാ, നിങ്ങൾ ഈ പെണ്ണിനെ എവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്? FB കൂടെ. FB കൂടെ? നല്ല പെണ്ണാണ്. നല്ല സുന്ദരിയായും മാത്രമല്ല സ്നേഹവും ആത്മാർത്ഥയും ഉണ്ട്. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ സ്നേഹം ആത്മാർത്ഥത കറക്റ്റ് അറിയാൻ പറ്റും. നീ അങ്ങനെ കുറ്റപ്പെടുന്നൊന്നുമില്ല. FB കൂടെ പരിചയപ്പെടുന്ന കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവള് സ്നേഹമുള്ളവളാ. ഞാൻ കുടുംബം ഉപേക്ഷിച്ച് വരിക എന്ന് പറഞ്ഞപ്പോ അവള് അവിടെ കുടുംബം ഉപേക്ഷിച്ച് വരിക എന്ന് പറയാം. അപ്പൊ സ്നേഹമുള്ളവളല്ലേ, കുടുംബത്തിൽ പറഞ്ഞവളല്ലേ? കറക്റ്റ്, കുടുംബത്തിൽ പിറന്നവളാണ്. കാര്യം സ്വന്തം ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ചിട്ട് കണ്ടവനോട് ഇറങ്ങി പോണവര് സ്നേഹമുള്ളവളാണ്, കുടുംബത്തിൽ പിറന്നവളാണ്. നീ പറയുന്നവർക്കൊന്നുമല്ല, അവള് നല്ല ആത്മാർത്ഥമുണ്ട്. അണ്ണാ, ഈ പോണ കാര്യം നമുക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയാമോ? നീ ആയിട്ട് ഇനി പറഞ്ഞ് കുളമാക്കരുത്. നിനക്കും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ല, അണ്ണന്റെ ഭാര്യയുടെ അച്ഛൻ എവിടെയാണ് ജോലി? അത് എറണാകുളത്ത്. എറണാകുളത്താണല്ലേ? അയാൾ എറണാകുളത്ത് ജോലിയും കഴിഞ്ഞിട്ട് തോണ്ട നേത്രാവതി വന്നിറങ്ങി വരുന്നു. പറയൂലേ. അമ്മാ, എന്താടേ? ആസിയണ്ണ ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചാ ചോദിക്കണ്ടേ? ഉറങ്ങണ്. വെള്ളം അടിച്ചിട്ട് ഉറങ്ങണാന്ന്. അല്ല വെറുതെ ഉറങ്ങുന്നു. പരിചയമുള്ള ആളി തന്നെ. പോയി. മാമൻ അറിയായിരുന്നു. അവള് വിളിക്കുന്നു. ഹലോ, എവിടെയാ? ഞാൻ ഇവിടെ നിന്ന് പുഴുക്കുക. പിടുത്ത നാട്ടിൽ കഴിക്കുന്നുണ്ട്. അതെ, എവിടെയാണ്? ഹലോ, ഞാനിവിടെ നിൽക്കുകയാണ്. എവിടെയാ? അതെ, ഞങ്ങൾ ഒന്ന് നിൽക്കുക. ഒന്നിലോട്ട് വരാവോ? കറങ്ങിയപ്പോ തല ഇറങ്ങിയത് കണ്ടപ്പോ തന്നെ തലയൊക്കെ ഇറങ്ങി. അപ്പൊ കൊണ്ടുപോകുമ്പോഴാ വാസി. ഇതാണോ ബാസി? അല്ല, ഞാനാ ഫാസി. ഞാൻ ബോൾസൻ. എന്റെ വീടിന്റെ അടുത്തുള്ളതാണ്. ഞാനാണ് എല്ലാത്തിനും അന്നെ സഹായിക്കാൻ കൂടെ വരണത്. ഒരു അനിയനെ പോലെ നമ്മൾ കൂടെ ഉണ്ടാവും. ഈ ഐഡിയ ഞാനാണ് പറഞ്ഞു കൊടുത്തത് ചേച്ചി. ഫാസി എന്നാണ് പേരെങ്കിലും വീട്ടിലെങ്ങനെ വിളിക്കുന്നത്? പക്ഷെ റെക്കോർഡിക്കൽ നെയിം ധർമ്മേന്ദ്ര എന്നാണ്. കൊടുവാള ഫാസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇച്ചിരി ഒന്ന് മാറിയിക്കാം. സംസാരിക്കട്ടെ. എന്റെ പേര് സുമലതേന്നാ. ചേട്ടൻ എന്നെ സുമേന്ന് വിളിച്ചാ മതി. സുമേ, എന്താടാ നിനക്ക്? അല്ല, പേര് വിളിച്ചു. പിന്നെ ഈ മൊബൈലിൽ കണ്ടപ്പോഴേ അതിനകത്ത് കണ്ടപ്പോ കുറച്ചുകൂടെ വണ്ണമൊക്കെ ഉണ്ട്. അത് ഞാൻ ചേട്ടന് വേണ്ടി വണ്ണം കുറച്ചതാ. ഞാനും മൊബൈലിൽ കണ്ടപ്പോ ചേട്ടന് കുറച്ചുകൂടെ വെളുപ്പുണ്ടായിരുന്നു. ഇപ്പൊ കറുപ്പാ. ഞാൻ കുറച്ച് കറുപ്പിച്ചിപ്പോ. കാറിന്റെ പണിക്ക് പോയ കറക്കൂലേ? നിനക്ക് എന്താടാ? അല്ല, ഉണ്ടായി. എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയത്തില്ല. ചേട്ടനെ കണ്ടപ്പോ എന്തോരു. അതെ, പിന്നെ ചേട്ടാ, ഞാനേ പൈസയൊന്നും എടുത്തിട്ടില്ല. എന്തിന് കാശ്? ഞാൻ പറഞ്ഞല്ലോ പൈസ ഒന്നും എടുക്കണ്ട. ആവശ്യമുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. ഞാൻ കോടീശ്വരനല്ലേ? കോടീശ്വര, ആ 2 ചായയുടെ പൈസ തന്നിട്ട് പോണേ. അതെ ചേട്ടാ. അവൻ അവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞ കണ്ടപ്പോ എന്ത് പറയണമെന്നറിയാമത് മനസ്സിൽ. നമ്മള് ആഗ്രയിലേക്കാണ് ആദ്യം പോകുന്നത്. എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. ആഗ്രഹമല്ല, ആഗ്രഹം. അതാകുമ്പോ ഈ പ്രേമിക്കുന്നവരുടെ ഒരു സിമ്പിളാണല്ലോ ഈ താജ്മഹൽ. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ മനസ്സുകൊണ്ടൊന്ന് അടുക്കണ്ടേ. അപ്പൊ അതിന്റെ തടാകത്തിൽ കൂടി ഇങ്ങനെ കയ്യിൽ പിടിച്ച്
ഇങ്ങനെ കുറെ ദൂരം നടക്കുമ്പോൾ ശരിക്കും നമ്മളൊന്ന് അടുക്കൂല. അപ്പോൾ അവിടെ വെച്ച് ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് തരും. അതിനെക്കാട്ടി നല്ല കിഡ്നിയാണ് ലാഭം അതാണ്, മറ്റേതിനെക്കാട്ടി വില അതിനാണ്. എന്താടാ നിനക്ക്? അല്ല ഹൃദയം കൊടുക്കുന്നു. അതെ ചേട്ടാ, എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. അതിനാണല്ലോ ഞാൻ നിൽക്കുന്നേ. ചേട്ടാ, പിന്നെ താജ്മഹലിന്റെ ഫ്രണ്ടിൽ പോയി ഒരു ഫോട്ടോ എടുക്കണം. തീർച്ചയായും. പിന്നെ താജ്മഹലിന്റെ അകത്ത് കയറിയിട്ട് ഒരു ഫോട്ടോ എടുക്കണം. എടുക്കാമല്ലോ. പിന്നെ ഇന്ത്യ ഗേറ്റിന്റെ മുമ്പിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കണം. ഞാനുണ്ട്. പിന്നെ പാർലമെന്റിൽ പോയിട്ട് കുറെ ഫോട്ടോകൾ എടുക്കണം. ഫോട്ടോ എടുപ്പ് മാത്രമേ ഉള്ളൂ. അല്ല, നമുക്ക് കുറച്ച് വീഡിയോയും എടുക്കാം. അപ്പൊ ഞാൻ കൂടെ വരാം. എനിക്ക് വീഡിയോ കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ചേച്ചി ഞാൻ സൂം ചെയ്ത് ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യാം. കാല് മുതൽ ഇങ്ങനെ മേളിലോട്ട് ഞാൻ കൂടെ വരാനാ ഷൂട്ട് ചെയ്യാനായിട്ട്. എടാ, നീ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പിന്നെ ആരാണ്? അതെ, നമുക്കിനി ട്രെയിൻ വരാൻ സമയമായിട്ട്. ലഗേജ് ഒക്കെ എവിടെ? ലഗേജ് എല്ലാം ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ്. ലഗേജ് എടുത്തോണ്ട് വാ. എല്ലാം എടുത്തോണ്ട് വരട്ടെ? ഞാൻ ഇപ്പൊ വരാം. എല്ലാം എടുത്തോണ്ട് വരാം കേട്ടോ. ഞാനും കൂടെ വരായിരുന്നു. എടാ, നീ സുലോചന എടുക്കുക. ഞാൻ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതൊക്കെ ഇങ്ങോട്ട്. ഇത് അന്തസ്സുള്ള സ്ത്രീയാണ് കേട്ടോ. അല്ലാണ്, ഞാനാണെങ്കിൽ ഡൽഹി ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാ. ഡൽഹി കണ്ടിട്ടില്ല? നാടൊക്കെ മടുത്തണ്ണ. മടുത്തല്ല? നിനക്ക് നാട് മടുത്തില്ലേ? അതുപോലെ നാടും വീടും മടുത്തവനാ ഞാൻ. മനസ്സിലായോ? ആ, അല്ല, പെട്ടി കൊണ്ടുവരാനുള്ള ആൾക്കാരാണ്? അല്ല, ഇതെന്റെ മക്കളാ. മക്കളാ? ഇതാ? അയ്യോ, ഇതെന്റെ കുരുന്നുകള്. ഇവരെ ഇട്ട് എനിക്ക് വരാൻ പറ്റുമോ? ഇതാണോ കുരുന്നുകള്? മക്കളെ, ഇതാ നിങ്ങളുടെ പുതിയ ഡാഡി. അത് താടി. ഒരു കാര്യം, ഇവരെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. അയ്യോ, അത് പറ്റത്തില്ല. ഇല്ല, ഇവരെ കൊണ്ട് ഞാൻ ഫോണിൽ പറഞ്ഞ എന്താണ്, നമ്മൾ ഒരുമിച്ച് പോകുന്ന കാര്യമില്ലേ? നമ്മൾ ഒരുമിച്ചാണല്ലോ പോണേ. ഇവരെയും കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇവരെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ഇവരെ കൊണ്ട് വരുവുള്ളൂ. എനിക്കിനി തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ എന്റെ കെട്ടിയവനെ കിണറ്റി തള്ളിയിട്ടിട്ടാ വന്നേ. അണ്ണാ, ഇതിനെക്കാട്ടും വീട്ടിലെ ചൂരത്തലായിരുന്നു നല്ലത്. ഇതിപ്പോ സ്രാവിന്റെ ബാക്കിയൊക്കെ തണ്ണ തല കൊണ്ട് വെച്ച പോലെ ആയിപ്പോയി. എന്താ ഏട്ടാ ഒരു മീന്റെ കാര്യം പറഞ്ഞു? മീൻ തൊണ്ടേ കുളുക്കി. എവിടെ പിടിക്കരുത്. ഞാൻ വരുന്നില്ല. നിങ്ങൾ കയറി പോകും. ഞാൻ വരുന്നില്ല. എന്താണ് അവിടെ വിഷയം? സാറേ, ഞങ്ങൾ ആഗ്രയ്ക്ക് പോകാൻ വേണ്ടി വന്നതാ. ആഗ്രഹ പോലുള്ള ട്രെയിനിലാണ് നടക്കുന്നത്. ഇവര് വരുന്നില്ലെന്ന്. അതാ, ഇതാരാണ് ഇവിടെ? ഇതെന്റെ ഭർത്താവാ. ഇതെന്റെ മക്കളാ. ഭാര്യ മക്കളെ കുറിച്ച് ട്രെയിനിലേക്ക് പോയി. മക്കളെ കൊണ്ട് വരത്തില്ലെന്ന്. അതെന്താണ് കാര്യം? അല്ല, ഞാൻ പോകുന്നില്ല. ഇവര് കയറി പോകാൻ വേണ്ടി വന്നതാണ് സാറേ. നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി ഇറങ്ങുന്നതാണ്. അതെ. പിന്നെ എന്താണ് തനിക്ക് പ്രശ്നം? വേറെ ഇവിടെ പോടോ, മര്യാദയ്ക്ക് പോടോ. ഒരു ആവശ്യമില്ല പ്ലാറ്റ്ഫോമിൽ. ഇവിടെ ഒരു VIP വരാനുണ്ട്. നിങ്ങൾ ഇവിടെ വെള്ളം ഉണ്ടാക്കി പോയി പോയി പോയി. അച്ഛൻ വിളിച്ചോളൂ. ആഗ്രഹം പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോ അയച്ചു തരണേ എണ്ണ. ഓടാ പുല്ലേ. സാറേ, എന്റെ മൂത്ത മോനാവന്. അവനെ കൂടെ കയറ്റി വിടണേ. അയ്യോ